ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ 14ാമത്തെ ലെസൺ കാളിദാസ പ്രതിഭ അതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കാളിദാസ മഹാകവി കാളിദാസന് കാളിദാസൻ എന്ന പേര് എങ്ങനെ വന്നു എന്നും എന്താണ് എങ്ങനെയായിരുന്നു ആ കഥ എന്നൊക്കെ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ അത് വായിച്ചതേ ഉള്ളൂ അല്ലേ. തികച്ചും കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാ പേര് വന്നത് അല്ലേ. അദ്ദേഹം ഒരു ബുദ്ധിശൂന്യനായ ആളായിരുന്നു. അപ്പോ ഒരു മത്സരം വെച്ച സ്ഥലത്ത് എവിടെ വരെ എടുത്തത്? ലാസ്റ്റ് പാരഗ്രാഫിന്റെ തൊട്ട് മുന്നിലെ പാരഗ്രാഫ് വരെ അല്ലേ. എടുത്ത വരെ ഞാൻ വായിക്കട്ടെ. ഓക്കെ 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 വായിച്ചു. നമ്മുടെ ആദിക കവിയായ നാം വിശേഷിപ്പിക്കുന്നത് വാൽമീകിയെ എന്നാണല്ലോ. എന്നാൽ ഭാരതീയ കവികളുടെ ഗുരു ആരെന്ന് ചോദിച്ചതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മഹാകവി കാളിദാസൻ. കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടുള്ള കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത് ഉജ്ജയിനിയായിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഉജ്ജയിനിയിൽ ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നു. വിക്രമാദിത്യ ചക്രവർത്തിയുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് കരുതപ്പെടുന്നു. കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. അദ്ദേഹത്തിന് ഈ പേരും അവർണ്ണനീയമായ കാവ്യസ്ഥിതിയും ലഭിച്ചതിന് പിന്നിൽ രസകരമായ ഐതിഹ്യമുണ്ട്. പേരുകേട്ട ഒരു രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. സുന്ദരി, സുശീല, മിടുക്കി, ബുദ്ധിമതി. രാജകുമാരിക്ക് കല്യാണപ്രായമായി. ആരെ വിവാഹം കഴിക്കണം? ഒരു വിദ്വാനെ വേണം. അറിവുള്ളവൻ, പണ്ഡിതൻ. വിദ്വാനെ വേണം വിവാഹം കഴിക്കേണ്ടത്. അങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും. അതിനുള്ള വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി. ആർക്കും വന്ന് കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയും. അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി രാജകുമാരിയെ തോൽപ്പിക്കുന്ന അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്നു കവിത ചൊല്ലി. വന്നവരെല്ലാരും തൊപ്പിയിട്ടു. രാജകുമാരിയെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അതുവരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ കാളിദാസൻ എന്ന പേര് വന്നത് കാളിയുടെ ദാസൻ എന്ന അർത്ഥത്തിലാണ് കാളിദാസൻ എന്ന പേര് വന്നത്. അപ്പോൾ ഈ സുന്ദരിയായ രാജകുമാരിക്ക് കല്യാണപ്രായമായി. ആരെ വിവാഹം കഴിക്കണം എന്ന് ആലോചിച്ച സമയത്ത് അച്ഛനും മകളും കൊണ്ട് ഒരു തീരുമാനം എടുത്ത്. എന്ത്? ഒരു വിദ്വാനെയാണ് വിവാഹം കഴിപ്പിക്കേണ്ടത് അല്ലേ. അതായത് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞു മിസ്.
ഓക്കെ, അപ്പൊ ഒരു പണ്ഡിതനെയാണ് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി അല്ലെ. ആർക്ക് വന്നും കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയും. അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി രാജകുമാരി തോൽപ്പിക്കുന്ന ആളാണ് ആരാണോ അയാളായിരിക്കും രാജകുമാരിയുടെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ കാളിദാസൻ അവിടെ എത്തുന്നത് അല്ലെ. അങ്ങനെ കാളിദാസൻ എത്തി. രാജകുമാരിക്ക് അർത്ഥം കിട്ടാത്ത കവിത ആര് ചൊല്ലി? കാളിദാസൻ ചൊല്ലി. അങ്ങനെയാണ് കാളിദാസൻ വിവാഹം കഴിക്കുന്നത്. പക്ഷെ കാളിദാസന് അത്ര വലിയ പാണ്ഡിത്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ എന്ന്. അങ്ങനെ ഇതൊരു കഥയാണ് കേട്ടോ, നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന ഒരു കഥയാണിത്. കാളിദാസ മഹാകവിക്ക് എങ്ങനെയാണ് കാളിദാസൻ എന്ന പേര് വന്നത്, അതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ഇത്ര പാണ്ഡിത്യമുള്ള ആളായി തീർന്നത് എന്നുള്ളൊരു കഥയാണ് കേട്ടോ. അപ്പോ അങ്ങനെ എന്ത് ചെയ്തു, ഈ രാജകുമാരി വിവാഹം കഴിച്ചു. പക്ഷെ അങ്ങനെയാണ് പറഞ്ഞ കരാറ് അല്ലെ. അതുകൊണ്ട് രാജകുമാരിക്ക് കല്യാണം കഴിച്ചു ഇവനെ കൊടുക്കേണ്ടി വന്നു അല്ലെ. അങ്ങനെ രാജകൊട്ടാരത്തിലെത്തി ഇയാൾക്ക് പാണ്ഡിത്യം ഇല്ലാത്തവനാണ് എന്ന ബോധാർക്ക് വന്നു രാജകുമാരിക്ക്. അപ്പൊ എന്ത് ചെയ്തു, അവനെ പുറത്താക്കി. അങ്ങനെയാണ് ആ കഥ. ആ പുറത്താക്കിയ സമയത്ത് ഇവര് ഒരു മുത്തശ്ശി പറഞ്ഞ പോലെയാണ് ഞാൻ വായിച്ച കഥ. അപ്പൊ അവര് പറഞ്ഞു, ഇത് അടുത്തുള്ള ഒരു ക്ഷേത്രമുണ്ട്, കാളി ക്ഷേത്രം, അവിടെ പോയിട്ട് നിങ്ങൾ പാർത്തോന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കയറിയ സമയത്ത് ആ സമയത്ത് അവിടെ കാളി ദേവി ഉണ്ടായിരുന്നില്ല അല്ലെ. കാളി ക്ഷേത്രത്തിൽ ദേവി ഉണ്ടായിരുന്നില്ല. അപ്പൊ ദേവി ഇല്ലാത്ത സമയത്ത് കയറി ഇദ്ദേഹം വാതിലടച്ചു. അപ്പൊ വാതിലടച്ച സമയത്ത് കാളി വന്ന സമയത്ത് അകത്താരാണെന്ന് ചോദിച്ചു. വാതിലടഞ്ഞു കിടക്കുന്ന കണ്ടിട്ട് അകത്താരാണെന്ന് ചോദിച്ചു. അപ്പോ എടുത്തപടി കാളിദാസൻ എന്തു പറഞ്ഞു, അയാൾ എന്തു പറഞ്ഞു, അന്ന് കാളിദാസൻ ആയിരുന്നില്ല അല്ലെ പേര്. അപ്പൊ അദ്ദേഹം എന്തു പറഞ്ഞു, പുറത്താരി എന്ന് ചോദിച്ചു. അപ്പൊ പുറത്താരി ചോദിക്കുമ്പോൾ പറഞ്ഞു പുറത്ത് കാളിയാണ് എന്ന് പറഞ്ഞു. അപ്പോ അകത്തുള്ള ആൾ എന്ത് പറഞ്ഞു, ഞാൻ കാളിയുടെ ദാസനാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാളിയുടെ ദാസൻ കാളിദാസനായത് അല്ലെ ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന് പാണ്ഡിത്യം ഇല്ല, ബുദ്ധിശൂന്യനാണ് എന്ന ബോധം കാളിക്ക് വന്ന സമയത്ത് കാളി നാവ് പുറത്തേക്ക് നീട്ടാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ. നാവില് വേദമന്ത്രങ്ങള് എഴുതി കൊടുത്തുന്നോ അങ്ങനെ മറ്റാണ് കഥ അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഇയാള് അഗാധമായ പാണ്ഡിത്യമുള്ള ആളായി തീർന്നത് അല്ലെ. അപ്പോ മഹാകവിയായി തീർന്നത് ആ ദേവി വിദ്യ പറഞ്ഞു കൊടുത്തോണ്ടാണ് അല്ലെ. അങ്ങനെയാണെന്നാണ് സങ്കല്പം. അപ്പോ അങ്ങനെയാണ് ഇദ്ദേഹം എന്ത് ചെയ്ത്, ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതാണ് മഹാകവി കാളിദാസൻ. അപ്പോ വാൽമീകി രാമായണ എഴുതിയും മഹാഭാരത എഴുതിയ ആൾ ആരാണെന്നറിയില്ലേ? വേദവ്യാസൻ അല്ലെ. കേൾക്കുന്നില്ലേ? റിയൽ സ്റ്റോറിയാണോ? ഇതൊക്കെ റിയൽ സ്റ്റോറി ആയിരിക്കാം എന്നാണ് സങ്കല്പം. അപ്പോ കാരണം രാമായണം എഴുതിയിട്ടുണ്ട്, മഹാഭാരതം എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പോ രാമായണത്തിൻ്റെത് വാൽമീകിയും മഹാഭാരതം എഴുതിയാൽ ആരാണെന്ന് അറിയില്ലേ? വാൽമീകി രാമായണം, വേദവ്യാസന്റെ മഹാഭാരതം അല്ലെ. അറിയാലോ വ്യാസൻ. അതൊന്നും അറിയില്ല എന്ന് പറയരുത് കേട്ടോ, മലയാളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല്. ഓക്കെ, അപ്പോ അതിലും നല്ലൊരു കവിയാണ് മഹാകവി കാളിദാസൻ അല്ലെ. അതാണ് മിസ് പറഞ്ഞു വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ ഉണ്ട്. ഇതൊക്കെ മേഘസന്ദേശം. അറിയോ നിങ്ങൾക്ക് കാളിദാസ കൃതികൾ ഏതൊക്കെയാണെന്ന്? പ്രശസ്തമായ കുറെ കൃതികളുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ മേഘസന്ദേശം, കാളിദാസന്റെ മേഘസന്ദേശം, രഘുവംശം, അഭിജ്ഞാന ശാകുന്തളം, കുമാരസംഭവം, ഋതുസംഹാരം, മാളവികാഗ്നിമിത്രം അല്ലെ. പിന്നെയോ വിക്രമോർവശ്യം. ഇത്രയും കൃതികൾ, മഹത്തായ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോ അങ്ങനെ നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്ന് കവിത ചൊല്ലി. വന്നവരെല്ലാം തോറ്റു തൊപ്പിയിട്ടു. രാജകുമാരിയെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. തോറ്റ കുമാരന്മാരെല്ലാം ഒത്തുകൂടി രാജകുമാരിയെ പറ്റിക്കാൻ അവർ തീരുമാനിച്ചു. ഒന്നും അറിയാത്ത മരമണ്ടനായ ഒരു ആട്ടിടയനെ കണ്ടുപിടിച്ച് ഒരു കവിത കാണാപ്പാഠം പഠിപ്പിച്ചു അല്ലെ. അങ്ങനെയാണ് അദ്ദേഹം ചൊല്ലിയത്. അപ്പൊ എന്ത് ചെയ്തു, തോറ്റ കുമാരന്മാർക്കെല്ലാം എന്തായി, അവരെല്ലാം ഒത്തുകൂടിയല്ലോ, അവർക്കെല്ലാം ദേഷ്യം വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, രാജകുമാരിയെ ചതിക്കാൻ തന്നെ ആര് തീരുമാനിച്ചു? അവരെല്ലാരും കൂടി തീരുമാനിച്ചു. അങ്ങനെ ഒന്നും അറിയാത്ത മരമണ്ടനായ ഒരു ആട്ടിടയൻ, അതാണ് ഈ കാളിദാസൻ കേട്ടോ, പിന്നീട് കാളിദാസ മഹാകവിയായത്. അപ്പൊ ഒന്നും അറിയാത്ത മരമണ്ടനായ ഒരു ആട്ടിടയനെ കണ്ടുപിടിച്ച് ഒരു കവിത കാണാപ്പാഠം പഠിപ്പിച്ചു. എന്നിട്ട് രാജകുമാരിയുടെ പക്കലേക്ക് പറഞ്ഞയച്ചു. പക്കലേക്ക്, സമീപത്തേക്ക്, അടുത്തേക്ക്. ഓക്കെ, അപ്പൊ ആ പിക്ചറിൽ അതാണ് കാണുന്നത് കേട്ടോ, കാളി.
അതിശയം എന്ന് പറയട്ടെ, ആ മത്സരത്തിൽ രാജകുമാരി നിശേഷം തോറ്റു. അവൾ മാലയിട്ട് ഇടയനെ തന്റെ ഭർത്താവായി സ്വീകരിച്ചു. അല്ലേ? അങ്ങനെയാണ് കരാറ്. അതുകൊണ്ട് ഇനി ആട്ടിടയനായാലും ബുദ്ധിശൂന്യനായാലും ആ പദ്യം ചൊല്ലിയ ആളെ കെട്ടുകയെ രക്ഷയുള്ളൂ. അല്ലേ? അങ്ങനെ അതിശയം എന്ന് പറയട്ടെ, ആ മത്സരത്തിൽ രാജകുമാരി നിശേഷം തോറ്റു. അവൾ മാലയിട്ട് ഇടയനെ തന്റെ ഭർത്താവായി സ്വീകരിച്ചു. തനിക്ക് അബദ്ധം പറ്റിയ വിവരം രാജകുമാരി പിന്നീടാണ് മനസ്സിലാക്കിയത്. എങ്കിലും അവൾ സങ്കടപ്പെട്ടില്ല. ഒട്ടും അക്ഷരജ്ഞാനമില്ലാത്ത വിഡ്ഢിയായ ആ ഇടയനെ അവൾ തൊട്ടടുത്തുള്ള ഒരു കാളീക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അല്ലെ? ഒട്ടും അക്ഷരജ്ഞാനമില്ലാത്ത, അക്ഷരം അറിയാത്ത ആള്. അല്ലെ? ജ്ഞാനം, അറിവ്. വിഡ്ഢിയായ ആ ഇടയനെ അവൾ തൊട്ടടുത്തുള്ള ഒരു കാളീക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അയാൾ കാളീക്ഷേത്രത്തിനകത്ത് കയറി വാതിലടച്ച് കിടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പാതിരാത്രിയായപ്പോൾ കാളിയമ്മ അവിടെ എത്തി. ക്ഷേത്രത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് കാളി വല്ലാതെ ദേഷ്യപ്പെട്ടു. അല്ലെ? എൻ്റെ സ്ഥലത്ത് ആരാണ് കയറി അതിക്രമം കാണിച്ചത് എന്നുള്ളൊരു തോന്നലായിരുന്നു കാളിക്ക്. അല്ലെ? അപ്പൊ കാളി എന്ത് ചെയ്തു? കാളിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് ഇടയൻ കണ്ണു തുറന്നു. അകത്താരാണ് എന്ന് ചോദിച്ചു. അല്ലെ? അകത്താരാണ് എന്ന് കാളി ചോദിച്ചു. എന്റെ അനുവാദമില്ലാതെ എന്റെ ക്ഷേത്രത്തിൽ കടന്നു വന്നവൻ ആര്? വേഗം പറയണമെന്ന് പറഞ്ഞു. അല്ലെ? കാളി എന്ത് പറഞ്ഞു? അകത്താരാണ്? എന്റെ അനുവാദമില്ലാതെ എന്റെ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്നത് ആരാണ്? വേഗം പറഞ്ഞോ പറഞ്ഞു. അപ്പൊ എന്തു പറഞ്ഞു? പുറത്താരാണെന്ന് പറഞ്ഞാൽ അകത്താരാണെന്ന് അറിയിക്കാം. ഇടയൻ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു, പുറത്ത് കാളിയാണ്, കാളി, ഭദ്രകാളി. അല്ലെ? അങ്ങനെ ദേവി പറഞ്ഞു, പുറത്ത് കാളിയാണ്, ഭദ്രകാളിയാണ്. കാളിയമ്മ അലറി. കാളിക്ക് ദേഷ്യം വന്നു. ഇത് കേട്ട് ഇടയൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, പുറത്ത് കാളിയാണെങ്കിൽ അകത്ത് കാളിയുടെ ദാസനാണേ. അമ്മ എന്നോട് കോപിക്കരുതേ എന്ന് പറഞ്ഞു. അല്ലെ? പുറത്ത് കാളിയാണെങ്കിൽ അകത്ത് കാളിയുടെ ദാസനാണെന്ന് പറഞ്ഞു. അപ്പൊ ഇടയന്റെ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. അല്ലെ? എന്റെ ദാസനാണ് എന്ന് പറഞ്ഞത് കാളിയെ ദേഷ്യത്തിൽ നിന്ന് മാറ്റാൻ ആയി. അല്ലെ? എന്തായി? സന്തോഷം വന്നു കാളിക്ക്. തന്റെ ദാസനാണ് അകത്തുള്ളതെന്ന് അറിഞ്ഞപ്പോൾ കാളിയുടെ കോപം ആറിത്തണുത്തു. പറഞ്ഞാൽ ഇല്ലാതെയായി. ഉണ്ണി, നിനക്ക് എന്തു വേണം? നീ എന്തിനാണ് എന്റെ സന്നിധിയിൽ അഭയം തേടിയത്? കാളിയമ്മ അറിഞ്ഞു. അല്ലെ? കാളിയമ്മ ആരായുക, ചോദിക്കുക. എന്താ ചോദിച്ചത്? നിനക്ക് എന്തു വേണം? നീ എന്തിനാണ് എന്റെ സന്നിധിയില്, എന്റെ അടുത്തേക്ക് അഭയം തേടിയെത്തിയത്? എനിക്ക് വിദ്യ വേണം ദേവി, വിദ്യ. അല്ലെ? എന്തു പറഞ്ഞു? എനിക്ക് വിദ്യ വേണം ദേവി, വിദ്യ, അറിവ് വേണം ദേവി, വിദ്യ പറഞ്ഞു. ശരി ഉണ്ണി, നീ നിന്റെ നാവ് ഈ വാതിൽ പഴുതിലൂടെ പുറത്തേക്ക് നീട്ടൂ. കാളിയമ്മ അരുളി ചെയ്തു. അരുളി ചെയ്യുക, പറയുക. അപ്പൊ ഉണ്ണി, നിന്റെ നാവ് ഈ വാതിൽ പഴുതിലൂടെ പുറത്തേക്ക് നീട്ടൂ എന്ന് പറഞ്ഞു. ഇടയൻ തന്റെ നാവ് പുറത്തേക്ക് നീട്ടി. കാളിയമ്മ തന്റെ കൈവിരൽ കൊണ്ട് ഇടയന്റെ നാവിൽ വിദ്യ കുറിച്ചു കൊടുത്തു. അതോടെ അയാൾ വാതിൽ തുറന്നു പുറത്തു വന്ന് ദേവിയുടെ തൃപ്പാദങ്ങളിൽ വീണു. അല്ലെ? കാൽപാദങ്ങളിൽ അദ്ദേഹം വീണു. ദേവി വീണ്ടും അയാളെ അനുഗ്രഹിച്ചു. അപ്പൊ നാവ് നീട്ടിയിട്ട് നാവില് കാളി വിദ്യ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇടയൻ വിദ്വാനായി. അല്ലെ? വിദ്യയുള്ളവൻ ആരാ? വിദ്യ കൈവശമുള്ളവനവൻ ആര്? വിദ്വാൻ, അറിവുള്ളവൻ, പണ്ഡിതൻ എന്നർത്ഥം. അപ്പോ അറിവുള്ളവൻ, അതാണ് വിദ്വാൻ. അപ്പോ ഇടയൻ എന്തായി? വിദ്വാനായി, കവിയായ കാളിദാസനായി. അങ്ങനെയാണ് കാളിയുടെ ദാസൻ എന്നർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് കാളിദാസൻ എന്ന് അറിയപ്പെട്ടത്. പിന്നീട് അതിമനോഹരമായ കവിത ചൊല്ലിക്കൊണ്ടാണ് കാളിദാസൻ രാജകൊട്ടാരത്തിലേക്ക് ചെന്നത്. അനുഗ്രഹീതനായ കാളിദാസനെ രാജകുമാരി സസന്തോഷം എതിരേറ്റു. സസന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി, സസന്തോഷം എതിരേറ്റു, അതിയായ സന്തോഷത്തോടു കൂടി. അപ്പൊ വിശ്വപ്രസിദ്ധങ്ങളായ നിരവധി കൃതികൾ കാളിദാസൻ രചിച്ചിട്ടുണ്ട്. രഘുവംശം പറയുന്നുണ്ട് കേട്ടോ ഇതില്. രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം എന്നിങ്ങനെ 4 കാവ്യങ്ങളും, മാളവികാഗ്നിമിത്രം, വിക്രമോർവശിയം, അഭിജ്ഞാന ശാകുന്തളം എന്നിങ്ങനെ 3 നാടകങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രമുഖം. അല്ലെ? പ്രമുഖമായ കൃതികളാണ് ഈ പറഞ്ഞത്. എന്തൊക്കെ? രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം എന്നിങ്ങനെ 4 കാവ്യങ്ങളും, മാളവികാഗ്നിമിത്രം, വിക്രമോർവശിയം, അഭിജ്ഞാന ശാകുന്തളം എന്നിങ്ങനെ 3 നാടകങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രമുഖം. കാളിദാസൻ പിൽക്കാലത്ത് പ്രസിദ്ധനായി, മഹാകവിയായി, മരിച്ചിട്ടും മരിക്കാത്ത മഹാകവി. അദ്ദേഹം മരിച്ചാലും ഓർമ്മ എപ്പോഴും നിലനിൽക്കും.
കാളിദാസ പ്രതിഭയുടെ തിളക്കം അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിലും നാടകങ്ങളിലും തെളിഞ്ഞു കാണാം. കാളിദാസന്റെ കവിത കേട്ടാൽ കാർമേഘങ്ങൾ മഴയായി പെയ്യും, അല്ലേ? അത്രയ്ക്ക് ശക്തിയുണ്ടെന്ന് അർത്ഥം അദ്ദേഹത്തിന്റെ വരികൾക്ക്. പിന്നെന്താ പറഞ്ഞേ? മരിച്ചു കിടക്കുന്ന കുഞ്ഞ് പുനർജീവിക്കും. മരിച്ചു കിടക്കുന്ന കുഞ്ഞ് പുനർജീവിക്കൂല. അദ്ദേഹത്തിന്റെ കൃതികൾ അത്രയും കരുത്തുറ്റതാണ് എന്നാണ് അർത്ഥം. ഉണങ്ങിക്കരിഞ്ഞ മരങ്ങൾ വീണ്ടും തളിർക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിശ്വസിച്ചിരുന്നത്, അല്ലേ? ആരാധകർ അങ്ങനെയാണ് വിശ്വസിച്ചത്. അപ്പോൾ മഹാകവി കാളിദാസനെ പറ്റി നിങ്ങൾക്ക് ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ പറഞ്ഞത്? കാളിദാസന്റെ കവിത കേട്ടാൽ കാർമേഘങ്ങൾ മഴയായി പെയ്യും, മരിച്ചു കിടക്കുന്ന കുഞ്ഞ് പുനർജീവിക്കും, ഉണങ്ങിക്കരിഞ്ഞ വൃക്ഷങ്ങൾ എന്ത് ചെയ്യും? തളിർക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹത്തെ അങ്ങനെ വിശ്വസിച്ചു പോകുന്നു പറഞ്ഞാൽ അത്രയ്ക്ക് കരുത്തുറ്റ കവിതകളാണ് അദ്ദേഹത്തിൻ്റെത് എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയാണ് അത് കഥയുള്ളത്. ഈ കഥ ശരിക്ക് നമുക്ക് കാളിദാസനെ കുറിച്ച് അടിച്ചു കൊടുത്തൊക്കെ കിട്ടുന്നത് ഇത് തന്നെയാണ് കേട്ടോ, ഈ ഒരു കഥ. ഓക്കെ, അപ്പൊ കാളിദാസൻ അങ്ങനെയാണ് കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. കാളിയുടെ ദാസൻ എന്ന അർത്ഥത്തിലാണ് എന്നാണ് ഐതിഹ്യം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ആ പാഠം കഴിഞ്ഞു. ഒന്ന് ആൻമരിയ ഒന്ന് വായിച്ച. ആൻമരിയ, ഷോണി ശ്രദ്ധിക്കണേ മോനെ, പകുതിക്കൊന്ന് വായിക്കാൻ പറയും. പകുതി വായിച്ചോ, അടുത്ത് ഞാൻ അപ്പോഴേക്ക് ഒരാളോട് പറയും. ആരാ ശ്രദ്ധിക്കാത്ത നോക്കട്ടെ. പാഠം 14 കാളിദാസ പ്രതിഭ. നമ്മുടെ ആദ്യ കവിയായി നാം വിശേഷിപ്പിക്കുന്നത് വാൽമീകിയാണല്ലോ. എന്നാൽ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മഹാകവി കാളിദാസൻ. കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടാണ് കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത്. ഉജ്ജയിനിയായിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹമെന്ന് കരുതപ്പെടുന്നു. കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. ഇദ്ദേഹത്തിന് ഈ പേരും അവർണ്ണനീയമായ കാവ്യസിദ്ധിയും ലഭിച്ചതിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. പേര് കേട്ട ഒരു രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. സുന്ദരി, സുശീല, മിടുക്കി, ബുദ്ധിമതി. രാജകുമാരിക്ക് കല്യാണപ്രായമായി. ആരെ വിവാഹം കഴിക്കണം? ഒരു വിദ്വാനെ വേണം വിവാഹം കഴിക്കേണ്ടത്. എങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും? അതിനുള്ള വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി. ആർക്കും വന്ന് കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയും. അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി രാജകുമാരിയെ തോൽപ്പിക്കുന്ന ആൾ ആരാണോ അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്ന് കവിത ചൊല്ലി. വന്നവരെല്ലാം തോറ്റു തൊപ്പിയിട്ടു. രാജകുമാരിയെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. തോറ്റ കുമാരന്മാരെല്ലാം ഒത്തുകൂടി രാജകുമാരിയെ പറ്റിക്കാൻ അവർ തീരുമാനിച്ചു. ഒന്നും അറിയാത്ത മരമണ്ടനായ ഒരു ആട്ടിടയനെ കണ്ടുപിടിച്ച് ഒരു കവിത കാണാപ്പാഠം പഠിപ്പിച്ചു. എന്നിട്ട് രാജകുമാരിയുടെ പക്കലേക്ക് പറഞ്ഞയച്ചു. അതിശയം എന്ന് പറയട്ടെ, ആ മത്സരത്തിൽ രാജകുമാരി നിശേഷം തോറ്റു. അവൾ മാലയിട്ട ഇടയനെ തന്റെ ഭർത്താവായി സ്വീകരിച്ചു. തനിക്ക് അബദ്ധം പറ്റിയ വിവരം രാജകുമാരി പിന്നീടാണ് മനസ്സിലാക്കിയത്. എങ്കിലും അവൾ സങ്കടപ്പെട്ടില്ല. ഒട്ടും അക്ഷരജ്ഞാനമില്ലാത്ത വിഡ്ഢിയായ ആ ഇടയനെ അവൾ തൊട്ടടുത്തുള്ള ഒരു കാളി ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അയാൾ കാളി ക്ഷേത്രത്തിനകത്ത് കയറി വാതിലടച്ചു കിടന്നു. പാതിരാത്രി ആയപ്പോൾ കാളിയമ്മ അവിടെ എത്തി. ക്ഷേത്രത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് കാളി വല്ലാതെ ദേഷ്യപ്പെട്ടു. കാളിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് ഇടയൻ കണ്ണു തുറന്നു. അകത്താരാണ്? എന്റെ അനുവാദമില്ലാതെ എന്റെ ക്ഷേത്രത്തിൽ കടന്നവനാര്? വേഗം പറയണം. പുറത്താരാണെന്ന് പറഞ്ഞാൽ അകത്താരാണെന്ന് അറിയിക്കാം. ഇടയൻ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. പുറത്ത് കാളിയാണ്, കാളി, ഭദ്രകാളി. കാളിയമ്മ അലറി. ഇത് കേട്ട് ഇടയൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, പുറത്ത് കാളിയാണെങ്കിൽ അകത്ത് കാളിയുടെ ദാസനാണേ. അമ്മ എന്നോട് കോപിക്കരുതേ. ഇടയന്റെ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. തന്റെ ദാസനാണ് അകത്തുള്ളതെന്ന് അറിഞ്ഞപ്പോൾ കാളിയുടെ കോപം ആറി തണുത്തു. ഉണ്ണി, നിനക്കെന്തു വേണം? നീ എന്തിനാണ് എന്റെ സന്നിധിയിൽ അഭയം തേടിയത്? കാളിയമ്മ അരഞ്ഞു. എനിക്ക് വിദ്യ വേണം, ദേവി വിദ്യ. ശരി ഉണ്ണി, നീ നിന്റെ നാവ് ഈ വാതിൽ പഴുതിലൂടെ പുറത്തേക്ക് നീട്ടു. കാളിയമ്മ അരളി ചെയ്തു. ഇടയൻ തന്റെ നാവ് പുറത്തേക്ക് നീട്ടി. കാളിയമ്മ തന്റെ കൈവിരൽ കൊണ്ട് ഇടയന്റെ നാവിൽ വിദ്യ കുറിച്ചു.
വിദ്യ കുറിച്ചു കൊടുത്തു. അതോടെ അയാൾ വാതിൽ തുറന്ന് പുറത്തു വന്ന് ദേവിയുടെ തൃപ്പാദങ്ങളിൽ വീണ് ദേവി വീണ്ടും അയാളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഇടയൻ വിദ്വാനായി, കവിയായ കാളിദാസനായി. പിന്നീട് അതിമനോഹരമായ കവിത ചൊല്ലിക്കൊണ്ടാണ് കാളിദാസൻ രാജകൊട്ടാരത്തിലേക്ക് ചെന്നത്. അനുഗ്രഹീതനായ കാളിദാസനെ രാജകുമാരി സസന്തോഷം എതിരേറ്റു. വിശ്വപ്രസിദ്ധങ്ങളായ നിരവധി കൃതികൾ കാളിദാസൻ രചിച്ചിട്ടുണ്ട്. രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം എന്നിങ്ങനെ 4 കാവ്യങ്ങളും വാളമികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം എന്നിങ്ങനെ നാടകങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രമുഖം. കാളിദാസൻ പിൽക്കാലത്ത് പ്രസിദ്ധനായി മഹാകവിയായി. മരിച്ചിട്ടും മരിക്കാത്ത മഹാകവി. കാളിദാസ പ്രതിഭയുടെ തിളക്കം അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിലും നാടകങ്ങളിലും തെളിഞ്ഞു കാണാം. കാളിദാസന്റെ കവിത കേട്ടാൽ കാർമേഘങ്ങൾ മഴയായി പെയ്യും. മരിച്ചു കിടക്കുന്ന കുഞ്ഞ് പുനർജീവിക്കും. ഉണങ്ങിക്കരിഞ്ഞ മരങ്ങൾ വീണ്ടും തളിർക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട്. പാഠം 14. കാളിദാസ പ്രതിഭ. ഒരു ആദിക കവിയായി നാം വിശേഷിക്കുന്നത് വാൽമീകിയാണ്. ആദി കവിയായി നാം വിശേഷിക്കുന്നത് വാൽമീകിയാണല്ലോ. എന്നാൽ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മഹാകവി കാളിദാസൻ. കാളിദാസൻ എന്നാണ് ജനിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ക്രിസ്തുവിനു മുമ്പ് 1-ാം നൂറ്റാണ്ടിലാണ് കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത്. ഉജ്ജിയിലായിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഉജ്ജിനി കേന്ദ്രമാക്കി ഭരണം നടത്തുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിതദാസിയിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് കരുതപ്പെടുന്നു. കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. ഇദ്ദേഹത്തിന് ഈ പേരും അവർണ്ണീയമായ കാവ്യസിദ്ധിയും ലഭിച്ചതിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. പേര് കേട്ട ഒരു രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. സുന്ദരി, സുശീല, മിടുക്കി, ബുദ്ധിമതി. രാജകുമാരിക്ക് കല്യാണപ്രായമായി. ആരെ വിവാഹം കഴിക്കണം? ഒരു വിദ്വാനെ വേണം വിവാഹം കഴിക്കേണ്ടത്. എങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും? അതിനുള്ള വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. അവർ ഒരു കവിതാ മത്സരം ഏർപ്പെടുത്തി. ആർക്കും വന്ന് കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയും. അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലി രാജകുമാരിയെ തോൽപ്പിക്കുന്ന ആരാണോ അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്ന് കവിത ചൊല്ലി. വന്നവരെല്ലാം തോറ്റു തൊപ്പിയിട്ടു. രാജകുമാരിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. തോറ്റ കുമാരന്മാരെല്ലാം ഒത്തുകൂടി രാജകുമാരിയെ പറ്റിക്കാൻ അവർ തീരുമാനിച്ചു. ഒന്നും അറിയാത്ത മരമണ്ടനായ ഒരു ആട്ടിടയനെ കണ്ടുപിടിച്ച് ഒരു കവിത കാണാപ്പാഠം പഠിപ്പിച്ചു. എന്നിട്ട് രാജകുമാരിയുടെ പക്കലേക്ക് പറഞ്ഞയച്ചു. അതിശയം എന്ന് പറയട്ടെ, ആ മത്സരത്തിൽ രാജകുമാരി നിശേഷം തോറ്റു. അവൾ മാറിയിട്ട് ഇടയനെ തന്റെ ഭർത്താവായി സ്വീകരിച്ചു. തനിക്ക് അബദ്ധം പറ്റിയ വിവരം രാജകുമാരി പിന്നീടാണ് മനസ്സിലാക്കിയത്. എങ്കിലും അവൾ സങ്കടപ്പെട്ടില്ല. ഒട്ടും അക്ഷരജ്ഞാനമില്ലാത്ത വിഡ്ഢിയായ ആ ഇടയനെ അവൾ തൊട്ടടുത്തുള്ള ഒരു കാളിക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അയാൾ കാളിക്ഷേത്രത്തിനകത്ത് കയറി വാതിലടച്ചു കിടന്നു. പാതിരാത്രി ആയപ്പോൾ കാളിയമ്മ അവിടെ എത്തി. ക്ഷേത്രത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് കാളി വല്ലാതെ ദേഷ്യപ്പെട്ടു. കാളിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് ഇടയൻ കണ്ണു തുറന്നു. അകത്താരാണ്? എന്റെ അനുവാദമില്ലാതെ എന്റെ ക്ഷേത്രത്തിൽ കടന്നവനാര്?
വേഗം പറയണം. പുറത്താരാണെന്ന് പറഞ്ഞാൽ അകത്താരാണെന്ന് അറിയിക്കാം. ഇടയൻ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. പുറത്ത് കാളിയാണ്. കാളി. ഭദ്രകാളി. കാളിയമ്മ. കാളിയമ്മ അലറി. ഇത് കേട്ട ഇടയൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. പുറത്ത് കാളിയാണെങ്കിൽ അകത്ത് കാളിയുടെ ദാസനാണേ. അമ്മ എന്നോട് കോപിക്കരുതേ. ഇടയന്റെ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. തന്റെ ദാസനാണ് അകത്തുള്ളതെന്നറിഞ്ഞപ്പോൾ കാളിയുടെ കോപം ആളിത്തണുത്തു. ഉണ്ണി, നിനക്ക് എന്തു വേണം? നീ എന്തിനാണ് എന്റെ സന്നിധിയിൽ അഭയം തേടിയത്? കാളിയമ്മ ആരാഞ്ഞു. എനിക്ക് വിദ്യ വേണം. വിദ്യ വേണം ദേവി, വിദ്യ. ശരി ഉണ്ണി, നീ നിന്റെ നാവ് ഈ വാതപ്പഴുതിലൂടെ നീട്ടു. അമ്മ അരുളി ചെയ്തു. ഇടയൻ തന്റെ നാവ് പുറത്തേക്ക് നീട്ടി. കാളിയമ്മ തന്റെ കൈവിരൽ കൊണ്ട് ഇടയന്റെ നാവിൽ വിദ്യ അതോടെ അയാൾ വാതിൽ തുറന്ന് പുറത്തു വന്ന് ദേവിയുടെ തൃപ്പാദങ്ങളിൽ വീണു. ദേവി വീണ്ടും അയാളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഇടയൻ വിദ്വാനായി, കവിയായി, കാളിദാസനായി. പിന്നീട് അതിമനോഹരമായ കവിത ചൊല്ലിക്കൊണ്ടാണ് കാളിദാസൻ കൊട്ടാരത്തിലേക്ക് ചെന്നത്. അനുഗ്രഹീതമായ കാളിദാസന്റെ രാജകുമാരി സന്തോഷപൂർവ്വം എതിരേറ്റു. പ്രസിദ്ധങ്ങളായ നിരവധി കൃതികൾ കാളിദാസൻ രചിച്ചിട്ടുണ്ട്. രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം എന്നിങ്ങനെ 4 കവികളും വിക്രമോർമിത്യം, അഭിജ്ഞാന ശാകുന്തളം എന്നിങ്ങനെ 3 നാടകങ്ങളിലുമാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രമുഖം. കാളിദാസൻ പിൽക്കാലത്ത് പ്രസിദ്ധനായി മഹാകവിയായി. മരിച്ചിട്ടും മരിക്കാത്ത മഹാകവിയായി. കാളിദാസ പ്രതിമയുടെ തിളക്കം അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിലും നാടകങ്ങളിലും തെളിഞ്ഞു കാണാം. കാളിദാസന്റെ കവിത കേട്ടാൽ കാർമേഘങ്ങൾ മഴയായി പെയ്യും. മരിച്ചു കിടക്കുന്ന കുഞ്ഞ് പുനർജീവിക്കും. ഉണങ്ങിക്കഴിഞ്ഞ മരങ്ങൾ വീണ്ടും തളിർക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അപ്പോ ഈ പാഠം എന്ത് ചെയ്യുക? നല്ലപോലെ വായിക്കണം കേട്ടോ മക്കളെ. ഓക്കെ, നമുക്ക് മതിയാക്കാം അല്ലേ? ഓക്കെ. ഞാൻ വേണ്ട. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നാ വായിക്കാം. ഓക്കെ, വായിച്ചോ ഫെയ്ത്തേ. നമ്മുടെ ആദ്യ കവിയായ നാം വിശേഷിപ്പിക്കുന്നത് വാൽമീകിയെയാണ്. എന്നാൽ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന് ചോദിച്ചതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മഹാകവി കാളിദാസൻ. കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആണ് പറയുന്നത്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ട് കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നു. ഉജ്ജയിനിയിലായിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നു. വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹമെന്ന് കരുതപ്പെടുന്നു. കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ ആണല്ലോ അർത്ഥം. അദ്ദേഹത്തിന് ഈ പേരും
വർണ്ണനീയമായ കാവ്യസിദ്ധിയും ലഭിച്ചതിന് പിന്നിൽ രസകരമായ രസകരമായ ഒരു ഐതിഹ്യം. ഐതിഹ്യമുണ്ട്. പേര് കേട്ട ഒരു രാജാവിന് ഒരു മകൾ ഉണ്ടായിരുന്നു. സുന്ദരി, സുശീല, മിടുക്കി, ബുദ്ധിമതി. രാജകുമാരിക്ക് കല്യാണപ്രായമായി. ആരെ വിവാഹം കഴിക്കണം? ഒരു ഒരു വിദ്വാനെ വേണം. വേണം വിവാഹം കഴിക്കേണ്ടത്. അങ്ങനെ എങ്ങനെ എങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും? അതിനുള്ള വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. ഒരു കവിത മത്സരം ഏർപ്പെടുത്തി. ആർക്കും വന്ന് കവിത ചൊല്ലാം. രാജകുമാരി അർത്ഥം പറയും. അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലിയ രാജകുമാരിയെ തോൽപ്പിക്കുന്നയാൾ ആരാണോ അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്ന് കവിത ചൊല്ലി. വന്നവരെല്ലാം തോറ്റു. രാജകുമാരിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. തോറ്റ കുമാരന്മാരെല്ലാം ഒത്തുകൂടി രാജകുമാരിയെ പറ്റിക്കാൻ അവർ തീരുമാനിച്ചു. ഒന്നും അറിയാത്ത ഒരു മരമണ്ടൻ ഒരു ആട്ടിടയനെ കണ്ടുപിടിച്ച് ഒരു കവിത കാണാപ്പാഠം പഠിപ്പിച്ചു. എന്നിട്ട് രാജകുമാരിയുടെ പക്കലേക്ക് പറഞ്ഞയച്ചു. അതിശയമെന്ന് പറയട്ടെ, ആ മത്സരത്തിൽ രാജകുമാരി നിശേഷം തോറ്റു. അവൾ മാലയിട്ട് ഇടയനെ തന്റെ ഭർത്താവായി സ്വീകരിച്ചു. തനിക്ക് അബദ്ധം പറ്റിയ വിവരം രാജകുമാരി പിന്നീടാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും അവൾ സങ്കടപ്പെട്ടില്ല. ഒട്ടും അക്ഷരജ്ഞാനമില്ലാത്ത വിഡ്ഢിയായ ആ ഇടയനെ അവൾ തൊട്ടടുത്തുള്ള ഒരു കാളി ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അയാൾ ക്ഷേത്രത്തിനകത്ത് കയറി വാതിലടച്ചു കിടന്നു. പാതി രാത്രിയായപ്പോൾ കാളിയമ്മ അവിടെ എത്തി. ക്ഷേത്രത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് കാളി വല്ലാതെ ദേഷ്യപ്പെട്ടു. കാളിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് ഇടയൻ കണ്ണു തുറന്നു. അകത്താരാണ്? എന്റെ അനുവാദമില്ലാതെ എന്റെ ക്ഷേത്രത്തിൽ കടന്നവരാരും? വേഗം പറയണം. പുറത്താരാണെന്ന് പറഞ്ഞാൽ അകത്താരാണെന്ന് അറിയിക്കാം. ഇടയൻ വിറയർന്ന സ്വരത്തിൽ പറഞ്ഞു. പുറത്ത് കാളിയാണ്. ഭദ്രകാളി കാളിയാണ്. കാളിയമ്മ അലറി. അതു കേട്ട് ഇടയൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. പുറത്ത് കാളിയാണെങ്കിൽ അകത്ത് കാളിയുടെ ദാസനാണ് അമ്മേ. എന്നോട് കോപിക്കരുതേ. ഇടയന്റെ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. തന്റെ ദാസനാണ് അകത്ത് ഉള്ളതെന്നറിഞ്ഞപ്പോൾ കാളിയുടെ കോപം ആറിത്തണുത്തു. ഉണ്ണി, നിനക്കെന്തു വേണം? നീ എന്തിനാണ് എന്റെ സന്നിധിയിൽ അഭയം തേടിയത്? കാളിയമ്മ ആരാഞ്ഞു. എനിക്ക് വിദ്യ വേണം. ദേവി വിദ്യ. ശരി ഉണ്ണി, നിന്റെ നാവി വാതിൽ പഴുത്തിലൂടെ പുറത്തേക്ക് നീട്ട്. കാളിയമ്മ അരുളി ചെയ്തതു. ഇടയൻ തന്റെ നാവ് പുറത്തേക്ക് നീട്ടി. കാളിയമ്മ തന്റെ കൈവിരൽ കൊണ്ട് ഇടയന്റെ നാവിൽ ആദ്യം വിദ്യ കുറിച്ചു കൊടുത്തു. അതോടെ അയാൾ വാതിൽ തുറന്നു. പുറത്തു വന്ന് ദേവിയുടെ
തൃപ്പാദങ്ങളിൽ വീണു. ദേവി വീണ്ടും അയാളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഇടയൻ വിദ്വാനായി കവിയായ കാളിദാസനായി. പിന്നീട് അതിമനോഹരമായ കവിത ചൊല്ലിക്കൊണ്ടാണ് കാളിദാസൻ രാജകൊട്ടാരത്തിലേക്ക് ചെന്നത്. അനുഗ്രഹീതനായ കാളിദാസനെ രാജകുമാരി സന്തോഷപൂർവ്വം എതിരേറ്റു. വിശ്വപ്രസിദ്ധങ്ങളായ നിരവധി കൃത്യങ്ങൾ കാളിദാസൻ രചിച്ചിട്ടുണ്ട്. രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം, ഋതുസംഹാരം എന്നിങ്ങനെ 4 കാവ്യങ്ങളും മാളവികാഗ്നിമിത്രം, മാളവിഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാന, ശകുന്തളം എന്നിങ്ങനെ 3 നാടകങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കൃത്യങ്ങളിൽ പ്രമുഖം. കാളിദാസൻ പിൻകാലത്ത് പ്രശസ്തനായി മഹാകവിയായി. മരിച്ചിട്ടും മരിക്കാതെ മഹാകവി കാളിദാസ പ്രതിഭയുടെ തിളക്കം അദ്ദേഹം